ഡോക്ടർ മോനെ ഭാര്യയ്ക്ക് വാരി കൊടുത്ത് കഴിപ്പിക്കുന്നു. എന്നാൽ അമ്മ കഴിച്ചോന്നൊരു വാക്ക്. ഇങ്ങനൊരു പെങ്കൂന്തനായി പോയല്ലേ ഇവൻ. നീ ഒന്ന് ക്ഷമിക്കടി. എല്ലാം നമ്മുടെ വരുതിയിൽ വരും. പയ്യെ തിന്നാലേ പനിയും തിന്നാന്ന്. ഓ, ഇങ്ങനെ പോയാ മിക്കവാറും പനയല്ല പുല്ല് തിന്നേണ്ടി വരും. പുല്ല്. ഞാൻ വരുത്തരാം. കൊള്ളാം. ഇരിക്കളേ. ഓ, എനിക്ക് വേണ്ടല്ലേ. ഞാനേ എന്റെ ശരീരമൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പോവാ. ശശാങ്കേട്ടാ, എന്തെങ്ങനെ കഴിക്കാതെ നിക്കുന്നേ? കഴിക്കുന്നില്ലേ? ശരീരമൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇങ്ങോട്ടിരിക്കേ. അല്ല, ഇത്ര സ്നേഹിക്കല്ലേ എന്റെ ഇമ്മലെ? എന്താ പതിവില്ലാതെ ഇത്ര സ്നേഹം? അതെ, ഞാൻ ഈ ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചേക്കുക. ഈ വണ്ണമൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഗ്ലാമർ ആയാലോ എന്ന് ആലോചിക്കുക. അത് നല്ലതാളിയാ. ആരോഗ്യം നോക്കിയാലേ രോഗങ്ങൾ വരാതിരിക്കും. അച്ഛൻ നേരത്തെ കഴിച്ചോ അമ്മേ? ഗുളിക കഴിക്കാനുള്ളതല്ലേ, അച്ഛൻ കഴിച്ചിട്ട് കിടന്നു. അതെവിടെയാ? അനുകുട്ടിയുടെ അമ്മ ഡിസ്ചാർജ് ആയോ? ആയി. അനുകുട്ടിയുടെ മുത്തശ്ശികളെയും കണ്ടോ? ഹോസ്പിറ്റലിൽ വന്നിരുന്നോ? വയ്യാതെ കിടക്കുന്ന ശങ്കരി മുത്തശ്ശിയോ? അയ്യോ, അതല്ല, അനുകുട്ടിയുടെ അമ്മക്കുട്ടിയുടെ അമ്മ. വന്നു. ഇത്രയും കാലം ഇല്ലാതിരുന്ന ബന്ധുക്കളെ ശങ്കരമംഗലത്ത് ഇപ്പൊ പൊട്ടി മുളച്ചോണ്ടിരിക്കുക. അനുകുട്ടി കണ്ടിട്ടുണ്ടോ മുത്തശ്ശിയെ? ഇല്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. എന്നെ പടിയിറക്കി വിട്ടിട്ടല്ലേ ബന്ധം പുതുക്കാൻ രണ്ടാളും കൂടെ പോയത്. അതെ അതെ. അതുകൊണ്ടിപ്പോ എന്താ പറ്റിയേ? മുങ്ങിച്ചാവാൻ പോയില്ലേ? അറുത്ത് കളഞ്ഞ ബന്ധങ്ങളൊക്കെ വിളക്കി ചേർക്കാൻ ശ്രമിച്ചാലേ ഇങ്ങനെ പല ദുരന്തങ്ങളും ഉണ്ടാവും. എല്ലാരും അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഈ പൂജ കത്തുമ്പോ തന്നെ വാഴ വെട്ടണം കേട്ടോ. ഇതുവരെ ഇല്ലാതിരുന്ന ബന്ധങ്ങളൊന്നും ഇനി എനിക്ക് വേണ്ട. ഓ, മോള് കഴിക്കേ. ഒന്നും കഴിച്ചില്ല. വേണ്ട, മതിയായി. ഒരു ഗർഭകാലത്ത് കൂടേണ്ട തൂക്കം 9 മുതൽ 11 വരെയാണ്. ഈ തൂക്കവർധന ഏതാണ്ട് ഇപ്രകാരമാണ് വരേണ്ടത്. താനിത് കേൾക്കുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചു തന്നെ മുന്നോട്ട് പോണം. ഓ, സമ്മതിച്ചേ. ഇത് കേട്ടോ, ആദ്യത്തെ സ്കാനിംഗ് 3 മാസം കഴിയുമ്പോൾ നടത്താം. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഗർഭസ്ഥ ശിശുവിന്റെ ചലനങ്ങൾ, ആരോഗ്യനില ഇതൊക്കെ അറിയാൻ പറ്റുമെന്ന്. കേട്ടിട്ടുണ്ട്. പിന്നെ ഹീലുള്ള ചെരുപ്പ് ഗർഭകാലത്ത് ഉപയോഗിക്കരുത്. അത് ഗർഭിണികളിൽ പല ദോഷങ്ങളും ഉണ്ടാക്കുമത്രേ. ഡെലിവറിക്ക് ശേഷം നടുവേദനയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഹീലുള്ള ചെരുപ്പ് കാരണമാകും. എല്ലാ ചെരുപ്പ് കടകളും അടച്ചുപൂട്ടി പോട്ടെ. ഓം ഹ്രീം സ്വാഹ. എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോഴാണോ അതിനകത്തൊരു കുഞ്ഞുകളി? പിന്നെ ആഹാരത്തിന് രുചിക്കുറവ് അനുഭവപ്പെടുന്ന കാലമാണ്. എന്നാൽ പുളിയുള്ള ആഹാരത്തോട് ഇഷ്ടം കൂടുകയും ചെയ്യും. അമ്മേ, ഒരു മനംമാറ്റം ഉണ്ടാവുന്നതിന് മുന്നേ കിട്ടുന്ന അത്രയും കാശ് ബിസിനസ്സിലേക്ക് ഇറക്കാൻ നോക്കണം. അമ്മാവനോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. പറ്റിയ സേനേട്ടൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്.
സേനേട്ടന്റെ കാര്യം നിനക്കറിയാലോ. എങ്ങനെയും കാര്യം സാധിച്ചെടുക്കും. ആ അത് വേണം. അമ്മേ, അനുക്കുട്ടിയെ എങ്ങനെ തന്നെ അങ്ങ് കയ്യിലെടുത്താ മതി. ഇല്ലെങ്കിൽ വിപി ഇടങ്കോലിടും. ബിസിനസ്സിനാണെന്നും പറഞ്ഞാവുമ്പോ നമ്മൾ അവളുടെ വീട്ടിൽ നിന്ന് സ്വത്തോ സ്ത്രീധനോ ഒന്നും ചോദിച്ചൊന്നും ഒരു പരാതിയും വരില്ല, പഴിയും കിട്ടില്ല, നമുക്കൊരു നാണക്കേടുമില്ല. അവരുടെ മോളുടെ ആവശ്യത്തിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അമ്മയോടും അച്ഛനോടും മിണ്ടാൻ പോലും കൂട്ടാക്കാത്ത അനു ഇപ്പൊ കാശ് ചോദിച്ച് ശങ്കരമംഗലത്തേക്ക് വിളിക്കൂ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നു. അതൊക്കെ ചോദിച്ചോളും. ഒന്ന് വാശി കയറ്റി കൊടുത്താ മതി. അവര് കൊടുക്കില്ല എന്ന് പറഞ്ഞ അനു പോയി പിടിച്ച് മേടിച്ചോണ്ട് വരും. അല്ലെങ്കിലേ 100-250 പവൻ സ്വർണ്ണം എവിടെ ഇരിപ്പില്ലേ? ഇപ്പൊ എന്താ സ്വർണത്തിന്റെ വില? ഓരോ നെക്ലസ് ഒക്കെ കാണുമ്പോഴേ എനിക്കൊക്കെ കൊതി വരിക. അതിന്നൊന്നോ രണ്ടിടത്തൊക്കെ പണയം വെക്കാം, അതും കാശല്ലേ. എല്ലാം ആലോചിച്ചും കണ്ടും ചെയ്യണം. നമ്മുടെ ഈ സംരംഭത്തിന് പ്രധാനമായിട്ട് എതിര് നിൽക്കുന്നത് 2 പേരാ. ഒന്ന് എന്റെ ഭർത്താവ്, പിന്നൊന്ന് നിന്റെ ഭർത്താവ്. ശശാങ്കന് ആള് പൊട്ടം കളിക്കുമെങ്കിലും ഭയങ്കര ബുദ്ധിയുള്ളവനാ. എനിക്കറിയാം അമ്മേ. വിപിയെ പിന്നെ അനു സമ്മതിപ്പിച്ചോളും. മറ്റു 2 പേരെ കുഴപ്പം. എന്തായാലും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കട്ടെ. പിടിച്ച പിടിയാലെ മുന്നോട്ട് പോണം. അത് മതി. കൈപ്പത്ത് പുത്തനിരുന്ന ആർക്കാ കഴിക്കുന്നേ, അല്ലേ അമ്മേ? പിന്നെ കണ്ടോ, ചെറിയ പ്രായത്തിലെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന സന്തോഷത്തിലാ അനുക്കുട്ടി. എന്റെ പൊന്നുമോള. മതി ലക്ഷ്മി, സ്നേഹം ഇങ്ങനെ എപ്പോഴും വാരിക്കോരി പൂശണമെന്നില്ല, മനസ്സിലുണ്ടായാ മതി. ഒന്നേ ഉരച്ചു നോക്കിയാ മതി. മുക്കുവണ്ടത്തിന്റെ ചെമ്പേ പെട്ടെന്ന് തെളിയും. ശശാങ്കന് പിന്നെ നല്ലതൊന്നും കണ്ണി തെളിയില്ലല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ ഇവളെ എനിക്ക് കെട്ടേണ്ടി വന്നത്. വെറുതെ എന്നോട് ഗുസ്തിക്ക് വരല്ലേ ശശാങ്കേട്ടാ. എന്റെ ലക്ഷ്മി അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ എനിക്കൊരു തർക്കമില്ല. തനി തങ്കം തന്നെയാ ഈ ഇഷ്ടം, അല്ലേ അച്ഛാ? ഒരു കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായിരിക്കാനേ ആരും ആഗ്രഹിക്കൂ. പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞുള്ള പദ്ധതികളോടൊന്നും എനിക്ക് യോജിപ്പില്ല. എനിക്കും യോജിപ്പില്ല. ഓ, നിങ്ങൾ നടത്തും പോലെ തട്ടുതരികയുടെ പരിപാടിയൊന്നും അല്ല ശശാങ്കേട്ട ഇത്. അതെ, ആങ്ങളെയും ഉപദേശങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, കോറി ബിസിനസ്സാണോ ലക്ഷ്മി ഉദ്ദേശിക്കുന്നത്? അതോ ടിപ്പർ ലോറി മേടിച്ചോടിക്കാനോ? കളിയാക്കൊന്നും വേണ്ട. ഒന്നുകി ബൊട്ടീക്ക്, അല്ലെങ്കിൽ അല്ല ചിട്ടിയാണെങ്കിൽ നല്ലതാ കേട്ടോ. അതാവുമ്പോഴേ പെട്ടെന്ന് വട്ടം എത്തും. ഓ, കരിനാക്ക് വളച്ചു. ഒരു നഷ്ടവും വരാതെ ഞങ്ങള് നോക്കിക്കോളാം. അനുക്കുട്ടിയുടെ കാശിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്തം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. അതുകൊണ്ടാ മുന്നറിയിപ്പ് തരുന്നത്. സ്വന്തം പെങ്ങളുടെ കയ്യിൽ നിന്ന് തറവാട് വീടിന്റെ അവകാശം തിരിച്ചെഴുതി മേടിച്ചവനാ ചന്ദ്രസേൻ. കാര്യം നിന്റെ ആങ്ങളെയാ, പക്ഷേ കാശിന്റെ കാര്യം വരുമ്പോ കൈ കടിക്കണ ജന്മ. അതുകൊണ്ടാ വിപിന്റെ അനുവാദമില്ലാതെ കൃത്യമായി കാര്യങ്ങൾ അറിയാതെ മോളൊന്നും ചെയ്യരുത്. അതാണ് അച്ഛന്റെ അഭിപ്രായം. ആഹാ, നാത്തൂന് തമാശയൊക്കെ വഴങ്ങി തുടങ്ങിയല്ലോ. അനുക്കുട്ടിയുടെ നാക്കിനെ കുറിച്ച് അറിയാഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് അനുക്കുട്ടി ഒതുങ്ങി നിന്നത്. ഇനിയിപ്പോ അമ്മയെ കഴിഞ്ഞ പെൺപുലിയായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഏത് പുലിക്കും എവിടെങ്കിലും ഒരു സ്ഥലത്ത് കൂടുണ്ടാവുന്ന ചൊല്ല്. യമുനേച്ചിയുടെ ബി പി നോക്കണം. അയ്യോ വേണ്ടേ,
എന്റെ BP ഒക്കെ വളരെ നോർമലാ. അല്ല, ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല. എന്റെ പ്രഗ്നൻസി പീരീഡിലൊന്നും ശശാങ്കേട്ടൻ ഇത്ര ഒന്നും ചെയ്തിട്ടില്ല. അതിന് ശശാങ്കേട്ടൻ ഡോക്ടർ അല്ലല്ലോ. ഇവിടെ അത്യാവശ്യ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കിറ്റും ഉണ്ട്. യമുനേച്ചിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്ത് ചെയ്തോ, അല്ലെങ്കിൽ 2 ഗുളിയെങ്കിലും എടുത്ത് വിളിക്കോ. ഗുളിക കഴിക്കാൻ എനിക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല. ഓ, അവനും അവന്റെ പെണ്ണും പിള്ളേരും കൂടെ സംസാരിക്കുന്നിടത്തോട്ട് വന്ന എന്നെ വേണം പറയാൻ. എന്റെ യമുനേച്ചി, ഇതൊക്കെ തമാശയല്ലേ, സീരിയസ് ആക്കല്ലേ? സീരിയസ് ഒന്നും അല്ല മോളെ. ഇവന്റെ ഒരു കെയർ കാണുമ്പോഴേ ലോകത്ത് ആദ്യത്തെ ഗർഭിണിയാ അനുകുട്ടിയെന്ന് തോന്നും. ആദ്യമായിട്ട് ഭൂമിയിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞാണ് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതെ, ഏതൊരു അച്ഛനും അമ്മയ്ക്കും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പിറക്കുന്ന കുഞ്ഞ് അവർക്ക് പൊന്നോമനെ ആയിരിക്കും. ആ, എനിക്കറിയില്ല. എന്നാ അങ്ങനെ തന്നെയാ. ആ എടാ BP, വല്ലപ്പോഴും അമ്മയുടെ BPയും കൂടെ നോക്കണേടാ. ഇപ്പൊ മരുമോളോടുള്ള സ്നേഹം കൊണ്ട് ഹൈ BPയാ. നീ നല്ലൊരു കട്ടൻ കാപ്പി എടുത്തോ. വിപിൻ ചേട്ടാ, എന്തോ പറയാനുള്ള സംഭവമാണല്ലോ. പറയാ. അതെ, അമ്മ ഇങ്ങനെ ഒരു ബിസിനസിനെ കുറിച്ച് പറയുന്നു. ഞാനത് പല പ്രാവശ്യം വിപിൻ ചേട്ടനോട് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ വിപിൻ ചേട്ടൻ അതെന്താണ് ഏതാണ് എന്ന് തിരക്കി പോലുമില്ല. എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ലനു. അതല്ല, വിപിൻ ചേട്ടൻ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. കുതിരപ്പന്തി വീട്ടിൽ വിപിൻ ചേട്ടന്റെ മുറപ്പെണ്ണ് ദിവ്യപ്രഭയും ഭർത്താവും കൂടി എന്തോ വലിയ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ പിന്നെ അവരുടെ മുമ്പിൽ എനിക്ക് ചെറുതാവാൻ പറ്റുമോ? ഇതൊരു മത്സരമായിരുന്നല്ലേ? മത്സരമൊന്നുമല്ല. അതെ, എനിക്ക് പിന്നെ കല്യാണശേഷം പഠിക്കാൻ പോവാനൊന്നും പറ്റിയില്ല. പ്രഗ്നന്റ് ആയ അനുകുട്ടിക്ക് പഠിക്കാൻ പോണോ? വേണ്ട, സമ്മതിച്ചു. പക്ഷെങ്കിൽ വിപിൻ ചേട്ടന്റെ മുറപ്പെണ്ണ് വലിയ ബിസിനസ്സുകാരിയായിട്ട് നിൽക്കുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അത്രേ ഉള്ളൂ. അത്രയും വലുതല്ലെങ്കിലും. എന്റെ പൊന്നനു, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ട് വരുന്ന എന്തിനാ? ജീവിതം ചില മത്സര ഓട്ടങ്ങൾ കൂടിയാ. ആ ഓട്ടത്തിൽ ജയിച്ചല്ലേ ഞാൻ വിപിൻ ചേട്ടനെ സ്വന്തമാക്കിയത്. സമ്മതിച്ചു. ഈ അനുകുട്ടിയെ സ്വന്തമാക്കാൻ ഞാനും 100-150 കിലോമീറ്റർ വേഗത്തിൽ ഓടി. അവിടെ ദിവ്യപ്രഭയുടെയും പ്രതാപിന്റെയും പേരിൽ ബിസിനസ് തുടങ്ങുമ്പോ ഇവിടെ എന്റെയും എന്റെ ലക്ഷ്മിയമ്മയുടെയും യമുനേച്ചിയുടെയും പേരിൽ ഒരു ബിസിനസ് വേണ്ടേ? അനു, നീ ഒരു ഡോക്ടറുടെ ഭാര്യ, മാന്യമായി ശമ്പളം കിട്ടുന്ന ഒരാളുടെ ഭാര്യ. നിനക്ക് ഒരു കുറവുമില്ല. നീ പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ എടുക്കാൻ പോകുന്നേ? റിസ്ക് എടുത്താലേ പ്രോഫിറ്റ് കിട്ടൂന്ന. എന്ത് പ്രോഫിറ്റ്? ജീവിച്ചാ പോരെ? പറ്റത്തില്ല. ദിവ്യപ്രഭയുടെ മുന്നിൽ തോക്കാൻ പറ്റത്തില്ല. നാളെ ദിവ്യപ്രഭ വലിയൊരു ബിസിനസ്സുകാരിയായി നിൽക്കുമ്പോ ഒരു ഡോക്ടറുടെ ഭാര്യയായിട്ട് നിൽക്കാൻ നിനക്ക് പറ്റത്തില്ലല്ലേ? അങ്ങനെ അല്ല വിപിൻ ചേട്ടാ. അമ്മയെ യമുനേച്ചി ഉണ്ടാക്കിയ ഒരു ആശയത്തിന് നമ്മൾ കൂടെ നിൽക്കണം. അതിന് വിപിൻ ചേട്ടൻ തടസ്സമൊന്നും പറയില്ലേ. തരേണ്ട പൈസ തരണം. ശങ്കരമംഗലത്തിൽ പോയി അവകാശം വാങ്ങാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. നാണക്കേടാ, അതുകൊണ്ട്. ദൈവത്തെ ഓർത്ത് എന്നെ നാണം കെടുത്തുന്ന ഒരു പണിയും ചെയ്യല്ലേ അനുകുട്ടി, നിന്റെ വാശി കൊണ്ട്. ഇല്ല, പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ വേണം. അതിന് വിപിൻ ചേട്ടൻ കൂടെ നിൽക്കണം. വിപിൻ ചേട്ടനോടുള്ള എല്ലാ ഇഷ്ടത്തിലും ഞാൻ പറയാ. വിപിൻ ചേട്ടന് ഇഷ്ടമുള്ളവരുടെ ആഗ്രഹം വിപിൻ ചേട്ടൻ സാധിച്ചു കൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. ദിവ്യയും പ്രതാപനും ഒക്കെ 1 മുഴ മുമ്പേ അറിഞ്ഞ വിപിൻ ചേട്ടൻ 9 മുഴ മുമ്പേ അറിയണം. അപ്പോഴാണ് എനിക്ക് എന്റെ ഭർത്താവിനെ പറ്റി അഭിമാനം ഉണ്ടാവുന്നത്. കാപ്പിയല്ല വേണ്ടത്, ഞാൻ എടുത്തിട്ട് വരാം. അതുപോലെ എന്റെ ചക്കയും എന്റെ അടുത്തേക്ക് തിരികെ വരണേ. ഇത്രയൊക്കെ എന്നെ സങ്കടപ്പെടുത്തിയില്ല. ഇനിയും എന്നെ സങ്കടങ്ങളുടെ നടുവിലേക്ക് ഇട്ടുകൊടുക്കരുതേ ഭഗവാനെ. മഹാദേവ.
സ്വൈര്യം തരത്തില്ലല്ലോ എന്റെ ദൈവമേ. വീട്ടിൽ ഇപ്പൊ വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഹലോ, എന്നതാ നിങ്ങൾക്ക് കുഴപ്പം? കാശോ? എന്റെ കാശൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കള്ളു കുടിക്കാൻ തരാൻ എനിക്ക് സൗകര്യമില്ല. ഇങ്ങോട്ട് വരുമെന്നോ? ഇങ്ങോട്ട് വന്നാലേ വിവരം അറിയും. നന്ദൻ സാറും സംഗീതമ്മയുടെ നിങ്ങളെ എടുത്ത് ഭിത്തിയിലൊട്ടിക്കും. വേണ്ടാതെ പോ മനുഷ്യ. ഞാൻ വൈകിട്ട് വരട്ടെ. ഗൂഗിൾ പേ ചെയ്യാനോ? പിന്നെ ഗൂഗിൾ പേയും ഇല്ല, ഗൂഗിൾ പേയും ഇല്ല. ഇനി എന്നെ വിളിച്ചു പോകരുത്. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. വച്ചിട്ട് പോയേ. അല്ല പിന്നെ എന്തോന്ന് ഒച്ചയാ പങ്കജം ഇത്? എന്നാ പിന്നെ ഫോണിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ നിന്ന് നിനക്ക് വിളിച്ചു പറഞ്ഞാ പോരായിരുന്നോ? വന്നപ്പോഴേ തുടങ്ങി സാവിത്രി ചിറ്റ. എന്താ ഇത് കവർ നിറയെ? ഒരു കവറിൽ ഓറഞ്ച്, മറ്റേ കവറിൽ മുന്തിരി. മാഡത്തിന് ജ്യൂസ് അടിച്ച് ഓറഞ്ചിന് കൊടുക്കാനാ. അല്ല, ഓറഞ്ച് ജ്യൂസ് അടിച്ച് മാഡത്തിന് തരാനാ. ഇതൊക്കെ കീടനാശിനി അടിച്ചു വരുന്ന സാധനങ്ങളാ. അതിന്റെ ജ്യൂസ് കുടിക്കാതിരിക്കുന്നതാവും നല്ലത്, പ്രത്യേകിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും. നമുക്ക് സ്വന്തമായിട്ട് ഓറഞ്ച് തോട്ടമുണ്ടോ? ഇല്ലല്ലോ. രാത്രി മുന്തിരി കുഴിച്ചു വെച്ചിട്ട് നാളെ കിളിപ്പിച്ച് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നന്നായിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വൃത്തിയാക്കിയിട്ട് ജ്യൂസ് അടിച്ചു കൊടുത്തോളാം. ചിറ്റയും പങ്കജവും തമ്മിൽ കണ്ട കീരിയും പാമ്പും പോലെയാണല്ലോ. അതുക്കും മേലെ ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞോണ്ട് വരും ഈ ചിറ്റ. ശരി ശരി, അത് വിട്ടുകളാ. ചിറ്റെ, ഇന്ന് വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ അമ്മ വന്നൂന്ന്. അതെപ്പോഴും അമ്മയെ ഓർത്തോണ്ട് കിടക്കുന്നതുകൊണ്ടാ. നമ്മുടെ മനസ്സ് എന്തിനെപ്പറ്റിയാണോ കൂടുതൽ ആലോചിക്കുന്നത്, അക്കാര്യം ദൈവം വേഗം സാധിച്ചു തരുമെന്നാ. ഈ വെളുപ്പിനെന്ന് പറയുമ്പോഴേ ഏതാണ്ട് സമയം എത്രയായി കാണും? ഒരു 4, 4:30, 4:45. എന്താ? അല്ല, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസേ വെളുപ്പാങ്കാലത്തൊരു സ്വപ്നം കണ്ടു. എന്റെ അമ്മായിമ്മ വീണ് കിടക്കുന്നതായിട്ട്. ഞാൻ ഉറക്കത്തിൽ കിടന്ന് തന്നെ ചിരിച്ചിരിച്ചൊരു വഴിയായി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നമല്ലേ, എന്തെങ്കിലും ഒരു പോസലെലിപ്പിറ്റി ഉണ്ടാവുന്നു. സംഭവിച്ചു. പിറ്റേ ദിവസേ തള്ളേനെ പശു കുത്തി തള്ളി താഴെ ഇട്ടു. മതിയാക്ക്. തുടങ്ങി. നീ അടുക്കളയിലോട്ട് ചെല്ലെ, അവിടുത്തെ പണികളൊക്കെ ചെയ്യും. പോ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. രക്തം രക്തത്തെ തിരിച്ചറിയും. ഞാൻ അനുക്കുട്ടിയോട് പറയാച്ച, പുറമേ കാണിച്ചില്ലെങ്കിലും കേൾക്കുമ്പോ ഉള്ളിലൊരു സന്തോഷമൊക്കെ തോന്നും. എന്നാ ശരിയച്ച, പുതിയ മുത്തശ്ശിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. ശരി. പുതിയ മുത്തശ്ശിയോ? ആരുടെ കാര്യടാ ബിബി? ശങ്കരമംഗലത്തെ പഴയ മുത്തശ്ശിയെ മാറ്റിയിട്ട് പുതിയ മുത്തശ്ശിയെ കൊണ്ടുവന്ന് കാണും. ഓ, തമാശ. ചേച്ചിക്കപ്പ ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടല്ലേ? ചിലത് കാണുമ്പോ ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ ബിബി ചേട്ടാ തമാശ? പറയൂ, ഞാനും കൂടി ചിരിക്കട്ടെ. തമാശയല്ല, ഒരു വിശേഷം. അതും അപ്രതീക്ഷിത സന്തോഷം. അനുക്കുട്ടിയുടെ ശങ്കരമംഗലത്ത്. ഓ, അവിടുത്തെ വലിയ വിശേഷമൊന്നും എനിക്ക് കേക്കണ്ട.
അതെന്തൊരു വർത്തമാനം അനു. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിന്റെ മുത്തശ്ശി ശങ്കരമംഗലത്ത് താമസിക്കാൻ വരുന്നു. ആര്? സംഗീതയുടെ അമ്മയോ? അവര് പിണക്കത്തിലല്ലേ? ഒരു അമ്മയുടെയും മകളുടെയും പിണക്കം തീരാൻ എത്ര നേരം വേണം അല്ലേ അനുകുട്ടി? അറിയില്ല. ഞാൻ ആരോടെങ്കിലും പിണങ്ങിയ പിന്നെ ഇണങ്ങാറില്ല. ഇവളുടെ ഒരു കാര്യം. ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വേദനിക്കുന്ന വീട്. കാര്യം പറയാ മുന്നേ. അമ്മയ്ക്കൊരു മണം കിട്ടിയോ? അയ്യോ, അടുപ്പത്തിരുന്ന് മെഴുക്ക് പുരട്ടി കഴിഞ്ഞു. അയ്യോ, കുന്തം ചട്ടി കരിഞ്ഞു പിടിച്ചതിന്റെ കാര്യമല്ല പറഞ്ഞേ. ഒരു അപകടത്തിന്റെ മണം. ഓ പിന്നെ അപകടം സെന്റും പൂശിയല്ലേ വരുന്നേ. സാഹിത്യം പറഞ്ഞോണ്ട് നിൽക്കാതെ കാര്യം പറയടി. ശങ്കരമംഗലത്ത് ആ പുതിയ തള്ളയുടെ വരവ് നമുക്ക് അപകട. നമുക്ക് അപകടോ? ആ ബിപി പറഞ്ഞ അറിവ് വെച്ച് അവരൊരു കർക്കശക്കാരിയ. 22 വർഷമൊക്കെ ഒറ്റ മോളെ കാണാതിരിക്കാന്ന് പറഞ്ഞ. ആ പിന്നെ അത്യാവശ്യം സ്വത്തുകാര്യം. അത് നല്ലതല്ലേ കുന്ത? ഓ പറയുന്ന മുഴുവൻ ശ്രദ്ധിച്ച് കേക്കമ്മേ. അനു അമ്മയുമായി പിണങ്ങിയ തക്കം നോക്കിയ സംഗീത സ്വന്തം അമ്മയെ തേടിപ്പോയത്. അവരാഗ്രഹിച്ച പോലെ ആ സ്നേഹം തിരിച്ചു കിട്ടുകയും ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ശങ്കരമംഗലത്ത് ഒരു ശക്തി കേന്ദ്രം കൂടിയായി. അനുവിന്റെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും. അങ്ങനെ വരുമോ? അങ്ങനെ തന്നെ വരും. പുതിയ കുട്ടി കൂടി വരുന്നതോടെ കളം പൂർണ്ണമായും മാറും. എനിക്ക് തോന്നുന്നത് സംഗീതയുടെ ഈ സ്വത്തും ആസ്തിയും ഒക്കെ ആ തള്ളയുടെ ആണെന്നാ. മിക്കവാറും പിണക്കം മറന്ന് ഒന്നിച്ചു ചേർന്ന സ്ഥിതിക്ക് പുതിയ പേരക്കുട്ടിക്കാവും അവരിതെല്ലാം കൊടുക്കുക. അയ്യോ, അങ്ങനെ വരുമോ? അന്തി വരെ നമ്മൾ വെള്ളം കോരിയത് വെറുതെ ആവോ? പഠിക്കൊണ്ടേ കല ഉടയ്ക്കാതെ നോക്കണം നമ്മള്. അനു പൊട്ടിയ അമ്മ വേണ്ട രീതിയിൽ ഉപദേശിച്ചാ മതി. ആരെ ഉപദേശിക്കുന്ന കാര്യമാ പറയുന്നത്? അച്ഛാ, ശങ്കരമംഗലത്തെ അനുവിന് ഒരു പുതിയ മുത്തശ്ശി വന്നു. സംഗീതയുടെ അമ്മ. ആ നല്ല കാര്യം. പക്ഷേ നിങ്ങളത് മാറി നിന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ? ആരെ ഉപദേശിക്കുന്ന കാര്യമാ പറയുന്നത്? അല്ല, അനുക്കുട്ടിയോട് ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നിൽക്കാൻ പറയാൻ. എന്തിന്? ലക്ഷ്മി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ മുറിവിൽ മുളക് പുരട്ടുകയും മനസ്സിൽ വിഷം കുത്തിവെക്കുകയും ചെയ്യുന്ന നിന്റെ പരിപാടി അങ്ങ് നിർത്തിയേക്ക്. ചേടാ, ഞാനെന്താ ചെയ്തെന്നാ? എന്റെ കുടുംബത്തിലെ മരുമകളുടെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? എനിക്കത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് വെട്ടി തുറന്ന് പറ. இது வரைக்கும் நான் அந்த வழி தான் ஃபாலோ பண்ணிட்டு வந்திருக்கேன். அது உங்களுக்கு தேவையில்லைன்னா கத்தி எடுத்துட்டு ரத்தம் சிந்தணும். ஒரு மேட்டர் நான் உங்ககிட்ட சொல்றேன். அந்த காயல் ஷோ சூப்பர். அதனால உங்க அம்மா கிடைச்சது. இனி கத்தி வச்ச களி ஜாக்கிரதை. சங்கீதா அம்மாவுக்கு புது குழந்தை பிறக்கிற வரைக்கும் வெயிட் பண்ணு. அந்த குழந்தையமாய் நம்ம அங்க போவோம், மதுக்கரைக்கு. பார்க்கலாம் சார். வரட்டுமா?
അനു, ആ ഞാൻ ഇറങ്ങണേ. മോളെ ചായ വെച്ചിരിക്കുന്നു, ഒന്നും കുടിച്ചല്ലേ. വിപി, എടി വിപി. ആ എന്താ അമ്മേ? അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ അത് കൊള്ളാം. അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ മുൻകൂർ നോട്ടീസ് തരണോ? ഒരുപാട് നേരം എടുക്കുന്ന കാര്യമാണെങ്കിൽ വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് മതി. വേറൊന്നുമല്ല, എനിക്ക് രാവിലെ OP അറ്റൻഡ് ചെയ്യാനുള്ളതാ. ആദ്യം നീ നിന്റെ അമ്മയൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോടാ. ഒന്ന് കാര്യം കേട്ടിട്ട് പോ മോനെ. അത് കഴിഞ്ഞിട്ട് മതി ആശുപത്രിയും രോഗികളൊക്കെ. ആ അവന് അതൊരു സേവനമാണല്ലോ അമ്മേ വലുത്, നമ്മളൊന്നും അല്ലല്ലോ. ചേച്ചി ചുമ്മാ കുത്തിയും കുളിച്ചും പറയണ്ട. അമ്മ കാര്യം പറയട്ടെ. അല്ല, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ? ഇതാണോ പുതിയ കാര്യം? ഇത് നേരത്തെ സംസാരിച്ചു കഴിഞ്ഞല്ലേ? അച്ഛനും എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലെന്നും പറഞ്ഞല്ലേ? താല്പര്യം വേണം, അല്ലാതെ നിന്റെ ജോലി കൊണ്ട് മാത്രം എന്താവാനാ? ഉള്ള ജോലി തന്നെ നേരാവണ്ണം ചെയ്യാൻ പറ്റുന്നില്ല, അതിനിടയില്. ബിസിനസ് പച്ച പിടിച്ചു കഴിയുമ്പോ നിനക്കും അതിന്റെ ഗുണം ഉണ്ടാവും. അയ്യോ വേണ്ടായേ. അമ്മ ഇപ്പൊ പറയാമെന്ന കാര്യം പറയൂ. അതെ ബേബി, കുറച്ച് പൈസയുടെ കാര്യ. ഈ വിഷുവിനോട് അടുപ്പിച്ച് ബിസിനസ് തുടങ്ങണമെന്നാ മനസ്സിലുള്ളത്. എന്തെങ്കിലും ലോൺ നോക്കാം. പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോണൊക്കെ ഇപ്പൊ പെട്ടെന്ന് കിട്ടുമെന്നാ കേൾക്കുന്നത്. പിന്നെ ഈ പ്രായത്തിൽ ഞാൻ അപേക്ഷാ ഫോമും പൂരിപ്പിച്ച് ബാങ്കുകൾ തോറും കയറി ഇറങ്ങി നടക്കാൻ പോവല്ല. എടാ, നീ കുറച്ച് പൈസ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തന്നാ മതി. അമ്മേ, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിനൊരു പ്ലാനും പദ്ധതിയൊക്കെ വേണം. എടാ, പൈസ വന്നാലല്ലേ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാവൂ. പൈസ വന്നിട്ടുള്ള പ്ലാനും പദ്ധതിയൊക്കെ ചേച്ചി അങ്ങ് കയ്യിൽ വെച്ചാ മതി. എന്താണ് ബിസിനസ് എന്നൊക്കെയുള്ള കാര്യം ആദ്യം കൃത്യമായിട്ട് തീരുമാനിച്ച് പറയും. അതൊക്കെ പറയാം, എല്ലാം എന്റെ ആങ്ങളെ ചെയ്തു തരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമ്മള് പൈസ മാത്രം കൊടുത്താ മതി. വലിയ വലിയ എമൗണ്ട് ഒക്കെ പെട്ടെന്ന് എവിടെ നിന്ന് എടുക്കാനാ? അത് ക്യാഷായിട്ട് വേണമെന്നില്ലടാ. അനുവിന്റെ സ്വർണ്ണം ഇവിടെ ഇരിപ്പില്ലേ, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിമറി നടത്തിയ. അമ്മേ, ശങ്കരമംഗലത്ത് നിന്ന് അനുവിന് എന്താ കൊടുത്തതെന്ന് ഞാൻ ഇതുവരെ മാറ്റി നോക്കുകയോ തൂക്കി നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതവര് അവരുടെ മകൾക്ക് കൊടുത്തതാ. വല്ലവരും അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുകൊണ്ട് നമ്മൾ ബിസിനസ് തുടങ്ങി ലാഭം ഉണ്ടാക്കൊന്നും വേണ്ടെന്ന് എന്റെ അഭിപ്രായം. അതല്ലടാ, ഞാനൊന്ന് പറയട്ടെ. വിശദമായിട്ട് നമുക്ക് വൈകിട്ട് സംസാരിക്കാം. ഇനി നിന്നാലേ ഞാൻ ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. വെറുതെ സമയം കളഞ്ഞു.